നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കുള്ളിൽ വിനിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫിഫ ദി ബെസ്റ്റ്, ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫുട്ബോളിൻ്റെ ആധികാരിക സംഘടന ഫിഫ നൽകുന്ന പുരസ്കാരം ഫിഫ ദി ബെസ്റ്റ് അദ്ദേഹം നേടി. കഴിഞ്ഞില്ല. ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ കളിച്ചു, ഫൈനലിൽ ഗോളടിച്ചു, അസിസ്റ്റ് നൽകി, പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരം ഗോൾഡൻ ബോൾ അദ്ദേഹം നേടുന്നു. മാത്രമല്ല, ആ മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയതിന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹത്തെ തന്നെയാണ് തേടിയെത്തുന്നത്. ബിഗ് 7 തൻ്റെ മികവങ്ങ് ഫുട്ബോൾ ലോകത്തിന് മുന്നിൽ അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ പ്രദർശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിനി പറയുന്നു, അങ്ങനെ എല്ലാവർക്കും ഒന്നും റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കാൻ പറ്റില്ല. റയൽ മാഡ്രിഡ് ഫുട്ബോൾ ലോകത്തെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബ്ബാണ്. സോ ആ ക്ലബിനു വേണ്ടി കളിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട വളരെ കുറഞ്ഞ ആളുകളിൽപ്പെട്ടവരാണ് ഞങ്ങൾ. ഇവിടെ ഞാൻ ദീർഘകാലം തുടരാൻ ആഗ്രഹിക്കുന്നു, കിരീടങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നു. നോട്ട് ഓൾ പ്ലേയേഴ്സ് ക്യാൻ വിയർ റയൽ മാഡ്രിഡ് ഷർട്ട്, വി ആർ എ സെലക്റ്റഡ് ഫ്യൂ. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാണ് എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ ഐ ഹോപ്പ് ടു സ്റ്റേ അറ്റ് റയൽ മാഡ്രിഡ് ഫോർ മെനി ഇയേഴ്സ് വിന്നിങ് ടൈറ്റിൽസ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു കാലഘട്ടം മാർക്ക് ചെയ്യപ്പെടുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഐ തിങ്ക് ഇറ്റ് ഈസ് മാർക്കിംഗ് എൻ എറ. കാരണം ഈ ടീം ചരിത്രം എന്താണോ ആവശ്യപ്പെടുന്നത് അത് അതുപോലെ ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് പേർക്കൊന്നും റയലിൻ്റെ ജേഴ്സി അണിയാൻ കഴിയില്ല. ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും റയലിൽ കളിക്കുന്ന ഓരോ താരവും അങ്ങനെ തന്നെയായിരിക്കും കരുതുന്നുണ്ടാവുക. റയലിൻ്റെ ജേഴ്സി അണിയുക എന്നുള്ളത് വല്ലാത്തൊരു അഭിമാനകരമായ നേട്ടമായിട്ട് അവർ കാണുന്നു. ആ അഭിമാനത്തിൽ നിന്ന് തന്നെയാണ് അവരുടെ പോരാട്ട വീര്യം ഉരുത്തിരിയുന്നതും ഈ റിസൾട്ടൊക്കെ നമ്മൾ കാണുന്നതും കിരീടങ്ങൾ അങ്ങ് വാരിക്കൂട്ടി പോകുന്നതും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.